ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി എന്ന ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന തീ സീൽ വരുന്ന സ്റ്റാമ്പുകളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അതായത് തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റിൻ്റെ ആ ഒരു സിമ്പിളിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് അക്ഷരമായ തീ എന്നുള്ള ഒരു സീൽ ചെയ്തിട്ടുള്ള സ്റ്റാമ്പുകളുടെ വാല്യൂ ഡീറ്റെയിൽസുമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു സ്റ്റാമ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്റ്റാമ്പുകൾ ഈ ഒരു സ്റ്റാമ്പുകളൊക്കെയാണ്. അത്യാവശ്യം കുറച്ച് സ്റ്റാമ്പുകളൊക്കെ എൻ്റെ കളക്ഷനിലൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു സ്റ്റാമ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂറിൻ്റെ ആ ഒരു ലെറ്ററിൻ്റെ ആദ്യത്തെ ലെറ്ററുമായ തീ എന്നുള്ള ആ ഒരു സീൽ വരുന്ന സ്റ്റാമ്പാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും വളരെ പഴയ ഒരു സ്റ്റാമ്പാണ് തീ എന്നുള്ള ഒരു സിമ്പിൾ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വില തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പുകളാണ് ഈ ഒരു സ്റ്റാമ്പുകളൊക്കെ. അതുപോലെ തന്നെ തിരുവിതാംകൂർ സ്റ്റാമ്പുകൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സ്റ്റാമ്പിൽ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും തീ, അതായത് മലയാള അക്ഷരം തീ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ തീ എന്ന് സൂചിപ്പിക്കുന്ന തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളായ തീ ആ ഒരു ലെറ്റേഴ്സിനാണ് ഇവിടെ നമുക്ക് സീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഒരുപാട് സീലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സീലുകളെ കുറിച്ചുള്ളൊക്കെ വീഡിയോ നമ്മുടെ ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ തുടർന്ന് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും തരിക. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പുകൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കളേഴ്സിലായാലും ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പരിചയപ്പെടുത്തിയ സ്റ്റാമ്പ് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഡിഫറെൻറ്റ് കളറാണ്. നമുക്ക് തീ എന്നുള്ള ഒരു സിമ്പിൾ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാമ്പും നമ്മൾ ഡിഫറെൻറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഓരോ സ്റ്റാമ്പിനും നമ്മൾ പരിചയപ്പെടുത്തിയാലേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ആ ഒരു സീലിൻ്റെ ആ ഒരു ഡിഫറൻസ് ആണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതുപോലെ തീ എന്ന് സീൽ വരുന്ന സ്റ്റാമ്പുകൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് ആയിട്ടുണ്ട്. നല്ലൊരു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു സ്റ്റാമ്പിന് തന്നെ ഏകദേശം ഒരു 70 രൂപ 75 രൂപ മുതൽ 100 രൂപ 120 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഇതിൽ തന്നെ പല ഡിഫറെൻറ്റ് കളർ വെറൈറ്റി വരുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ വില കൂടി വരുന്നതാണ്. അതുപോലെ തന്നെ ഈ സീലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന സീലാണ് നമ്മുടെ കളക്ഷനിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു വില തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പൊക്കെ മുന്നേ നമ്മുടെ ഏകദേശം ഒരു വർഷത്തിനൊക്കെ മുന്നേയൊക്കെ നല്ല വിലക്കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സ്റ്റാമ്പിനൊക്കെ അത്യാവശ്യം വില കൂടി വരുവാണ്. അപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന വളരെ കുറഞ്ഞ വ്യക്തികൾ മാത്രമാണ് നമ്മുടെ നുമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ആ ഒരു ഉള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഞാൻ തിരുവിതാംകൂർ സ്റ്റാമ്പ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ തിരുവിതാംകൂർ സ്റ്റാമ്പ് പോസ്റ്റ് കാർഡുകൾ സംബന്ധിച്ച് ഇങ്ങനെ കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത കുറച്ച് സ്റ്റാമ്പുകളാണ് ഈ ഒരു ആ ഒരു സീൽ വരുന്ന സ്റ്റാമ്പുകൾ. അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന സ്റ്റാമ്പുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പൊക്കെ നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പ് കിട്ടിയാൽ മാത്രം നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. എന്നാൽ അത്രയും പഴയ സ്റ്റാമ്പുകളായതുകൊണ്ട് തന്നെ ഈ സ്റ്റാമ്പുകൾക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റാമ്പുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. വളരെ വിലക്കുറഞ്ഞ രീതിയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഇല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യാൻ പറ്റിയ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ് തിരുവിതാംകൂർ സംബന്ധിച്ച് വരുന്ന സ്റ്റാമ്പുകളും പോസ്റ്റ് കാർഡുകളും. ഇതിൽ തിരുവിതാംകൂർ സ്റ്റാമ്പുകൾക്ക് അത്യാവശ്യം മാർക്കറ്റിൽ വില കുറവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റാമ്പുകൾക്ക് മാത്രമാണ് വില കുറവായിട്ട് വരുന്നത്. ബാക്കിയുള്ള ചില സ്റ്റാമ്പുകൾക്കൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ വില വരുന്നുണ്ട്. ആ വില വരുന്ന സ്റ്റാമ്പുകളെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ഈ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.